പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഫങ്ഷണൽ ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് എന്ന വിഷയത്തിലെ പുതിയൊരു ചാപ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. വളരെ അധികം ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തിയ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ വിശദമായ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വിശദമായ ക്ലാസ്സിലേക്ക് കടക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫിനാൻസ് എന്ന് പറയുന്ന ടേം എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, എന്താണ് ഫിനാൻസ് എന്ന് പറഞ്ഞ ടേമിന്റെ അർത്ഥം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലൈഫ് ബ്ലഡ് ആയിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ഫിനാൻസ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് എവറി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഫിനാൻസ് ആവശ്യമാണ്. ഫിനാൻസ് ഇല്ലെങ്കിൽ തന്നെ ഓർഗനൈസേഷന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അത് ഓർഗനൈസേഷന് മാത്രമല്ല, ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പല പ്രവർത്തനങ്ങൾക്കും എന്ത് വേണം? ഫിനാൻസ് വേണം. അപ്പോൾ ഈ ഫിനാൻസ് എന്ന് പറയുന്ന ടേം എവിടെ നിന്നാണ് വന്നത്, എന്താണ് അതിന്റെ മീനിങ് എന്ന് നമുക്ക് വിശദമായി നോക്കാം. അതിനുശേഷം നമ്മളുടെ ടോപ്പിക്കായ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് നമുക്ക് വരാം. ദ വേർഡ് ഫിനാൻസ് is derived from the French word fine. The word finance is derived from the French word fine, which means to pay or settle or finish. അപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞ വാക്കുണ്ടായത് ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. ഫൈൻ എന്നുള്ള വേർഡിൽ നിന്നാണ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായത്. അപ്പോൾ ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ടു പേ ഓർ സെറ്റിൽ ഓർ ഫിനിഷ് എന്നുള്ളതാണ് ഈ ഫൈൻ എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം. അതിൽ നിന്നാണ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടായത്. ഇൻ ദ 18th century, the word finance was adopted by the English speaking communities to mean the management of money. 18th സെഞ്ചുറിയോടുകൂടി ഈ വേർഡ് വളരെ വ്യാപകമാകുകയും അത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ഏറ്റെടുക്കുകയും അത് ഇംഗ്ലീഷ് ഡിക്ഷണറിയിലെ ഒരു പ്രധാനപ്പെട്ട വേർഡായിട്ട് മാറുകയും ചെയ്തു. ഫിനാൻസ് എന്ന് പറയുന്നത് ഇറ്റ് മീൻസ് മാനേജ്മെന്റ് ഓഫ് മണി. ഫിനാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ഓഫ് മണിയാണ് അതിന്റെ അർത്ഥം. ഒരു മണിയെ നമ്മൾ മാനേജ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഒരു ടേമിനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മണിയും ഫിനാൻസും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. മണി എന്ന് പറയുന്നത് കൺട്രിയുടെ കറൻസിനെയൊക്കെ നമ്മൾ മണി എന്നാണ് പറയുക. പക്ഷെ ഫിനാൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൊവിഷൻ ഓഫ് മണി അറ്റ് ദ ടൈം ഓഫ് ഇറ്റ് ഈസ് നീഡഡ്. ഒരു പ്രൊവിഷൻ ആണ്. മണി എപ്പോഴാണ് ആവശ്യമുള്ളത് അതിനെയാണ് നമ്മൾ ഫിനാൻസ് എന്ന് പറയാറ്. അപ്പോൾ സിംപ്ലി ഫിനാൻസ് ഇറ്റ്സ് ദ മാനേജ്മെന്റ് ഓഫ് മണിയാണ് ഫിനാൻസ് എന്ന് പറയുന്ന വേർഡ്. ദ ഫിനാൻസ് ഇസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഹാൻഡ്ലിംഗ് മണി. പണം ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു കഴിവിനെ അല്ലെങ്കിൽ ആ ഒരു കലയെ, അല്ലെങ്കിൽ അത് സയൻസ് ആവാം, അല്ലെങ്കിൽ അതൊരു ആർട്ട് ആവാം, അതിനെയാണ് മണി ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പണം ഇഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ആ കഴിവിനെ അല്ലെങ്കിൽ അതിനെ നമ്മൾ ആ കലയെന്നോ അല്ലെങ്കിൽ അതിനെ സയൻസ് എന്നോ അല്ലെങ്കിൽ ശാസ്ത്രം എന്നോ പറയും. അതിനെയാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പണം ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അതൊരു കലയാണ്, അല്ലെങ്കിൽ അതൊരു എന്താ പറയേണ്ടത്, ഒരു സയൻസ് ആണ്. അതിനെയാണ് ഫിനാൻസ് എന്ന് അർത്ഥമാക്കുന്നത്. ഇറ്റ്സ് എ മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് മണി ത്രൂ ആൻ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ മാനേജ്മെന്റ് ഓഫ് ഫ്ലോ ഓഫ് മണി. പണത്തിന്റെ ഫ്ലോനെ മാനേജ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ഓർഗനൈസേഷനിൽ ഫിനാൻസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ്സ് എ മാനേജ്മെന്റ് ഓഫ് ഫ്ലോസ് ഓഫ് മണി ത്രൂ ആൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലുള്ള പണത്തിന്റെ ആ ഒരു ഫ്ലോവിനെ മാനേജ് ചെയ്യുന്ന ടേമിനെയാണ് ഫിനാൻസ് എന്നുകൊണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ അർത്ഥമാക്കുന്നത്. According to Osborne RC, finance function is the process of acquiring and utilizing fund by a business. ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അക്വയറിംഗ് ആൻഡ് യൂട്ടിലൈസിങ് ഫണ്ട്സ്, അതിനെയാണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ബർൺ RC പറഞ്ഞത്
പണം അക്വയർ ചെയ്യുകയും അതിനെ യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫണ്ട് അക്വയർ ചെയ്യുകയും അതിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് പ്രോസസ് ഈസ് സിംപ്ലി കോൾഡ് ഫിനാൻസ് ഫംഗ്ഷൻ ഓർ ഫിനാൻസ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫിനാൻസ്. Simply, the finance, it is a art or science of handling money, or it is a management of money. That this word is derived from the old French word fine, which means pay or settle or finish. Okay, what are the functions of finance? ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് ഫിനാൻസിന്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് ഫിനാൻസ് ഇൻ ഓർഗനൈസേഷൻ? ഒരു ഓർഗനൈസേഷനിൽ ഫിനാൻസിന്റെ ഏരിയാസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിന്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. Functions of finance are concerned with the four major heads. ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് നമ്മൾ 4 പ്രധാനപ്പെട്ട ഹെഡുകളായിട്ടാണ് തരംതിരിക്കുന്നത്. അതല്ലെങ്കിൽ അത് ഏരിയാസ് ഓഫ് ഫിനാൻസും എന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നോ. ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഇതാണ് ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. Then second one, financing decision. Then third one, dividend decision. Then fourth one, liquidity decision. These four things about the functions of finance. ഈ 3 ഏരിയകളിലാണ് ഫിനാൻസിന്റെ ഫംഗ്ഷനുകൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ എങ്ങനെയാണ് ഫിനാൻസിന്റെ ഫംഗ്ഷൻ എന്ന് നോക്കാം. Investment decision related to selection of asset in which funds are to be invested by the firm. അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റിലേറ്റഡ് ടു ദ സെലക്ഷൻ ഓഫ് അസറ്റ് ഇൻ വിച്ച് ഫണ്ട്സ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ബൈ ദ ഫേം. അപ്പോൾ ഫണ്ട് ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ ഓഫ് അസറ്റ്, അതിൽ ഏത് അസറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും, ഫോർ വാട്ട് പർപ്പസ്, ഫോർ ഇൻവെസ്റ്റിംഗ് ഫണ്ട്സ്. ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ഏത് അസറ്റിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, അതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ന്യൂമറസ് ബട്ട് ദ ഫിനാൻഷ്യൽ റിസോഴ്സ് ആർ ലിമിറ്റഡ്. അപ്പൊ നമുക്കറിയാം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഒരുപാടുണ്ട്, പക്ഷെ നമ്മളുള്ള ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ വെരി ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് ഏറ്റവും ഇഫക്റ്റീവായ അസറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻവെസ്റ്റ് ചെയ്യാൻ. ആ ഡിസിഷനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഫിനാൻഷ്യൽ റിസോഴ്സസ് ഷുഡ് ബി ഇൻവെസ്റ്റഡ് ഓൺലി ഇൻ ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ പ്രോജക്ട് ഓർ അസറ്റ്. അപ്പോൾ ഇങ്ങനെ ഈ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയ പ്രൊജക്റ്റിലോ അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയ അസറ്റിലോ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ നമ്മുടെ കയ്യിലുള്ള സ്കേഴ്സ് റിസോഴ്സ് ആയ അല്ലെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സ് ആയ ഫിനാൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ. അതിനുവേണ്ടി സഹായിക്കുന്ന ഡിസിഷനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then funds are to be invested in 2 types of assets, that is asset fixed, that means long term asset, and current, that means short term asset. അപ്പോൾ 2 തരത്തിലുള്ള അസറ്റിലാണ് നമ്മൾക്ക് ഈ ഫിനാൻസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഒന്ന് ലോങ് ടേം അസറ്റ്, that means fixed asset, then short term asset, that means current asset. Thus, there are 2 types of investment. അതുകൊണ്ട് തന്നെ നമുക്ക് 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണെന്നത്. One is long term investment decision, that means a fixed asset. Then second one, short term investment decision, that is related to the current asset, that means short term asset. അപ്പോൾ 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് നമ്മളിലുള്ളത്. ഒന്ന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, മറ്റൊന്ന് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഓരോ ഓർഗനൈസേഷന്റെ സ്വഭാവ സവിശേഷതകൾക്ക് അനുസരിച്ചും അവരുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ചും അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചും ഇതിൽ ഏത് ഡിസിഷൻ വേണമെങ്കിലും അവർക്ക് എടുക്കാം. അതിനും ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ പ്രശ്നങ്ങളും അതിൻ്റെതായ ഗുണങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. എന്താണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? ഇറ്റ്സ് എ ഡിസിഷൻ ആസ് എ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഇറ്റ്സ് എ ഡിസിഷൻ ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ഇൻവോൾവ്സ് ഹ്യൂജ് ഫണ്ട്സ് ബിസൈഡ് ബെനിഫിറ്റ്സ് അറൈസ് ലേറ്റ് ഇൻ ദ ഫ്യൂച്ചർ. Since the future is uncertain and huge investments are required, the risk factor is high. The long-term investment decision. ഇപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആണ്. അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫണ്ട് ആയിരിക്കും.
അതുപോലെ തന്നെ അതിന്റെ ബെനിഫിറ്റ് കിട്ടുക എന്ന് പറയുന്നത് തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടൂല. ഇറ്റ്സ് എ ലോങ് ടേം പ്രോസസ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്കായിരിക്കും ഇതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഒരു അൺസർട്ടൺ ആണ്, അത് നമ്മൾക്ക് ഇപ്പോഴേ പറയാൻ പറ്റില്ല. അതുകൊണ്ട് there is a element of risk. അതുകൊണ്ട് തന്നെ അവിടെ എന്തിന്റെ റിസ്ക് ഉണ്ട്, എന്തിന്റെ എലമെന്റ് ഉണ്ട്, റിസ്ക് എലമെന്റ് ഉണ്ട്. അപ്പൊ റിസ്ക്കും റിട്ടേണും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. റിസ്ക് കൂടുന്നതിനനുസരിച്ച് റിട്ടേൺ കൂടും. അപ്പൊ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ കുറച്ചും കൂടി റിസ്ക് ഉള്ള ഡിസിഷൻ ആണ്. കാരണം ഇറ്റ് ഇസ് എ ഫ്യൂച്ചർ ഓറിയന്റഡ് പ്രോസസ്, ഇറ്റ് ഇസ് എ ഫ്യൂച്ചർ റിലേറ്റഡ് പ്രോസസ്. ദ ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ. അതുപോലെ തന്നെ നമ്മൾ കയ്യിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇത് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. ഇതിന്റെ റിട്ടേൺ കൂടി ഹൈ ആയിരിക്കും. അതുപോലെ തന്നെ റിട്ടേൺ പെട്ടെന്ന് കിട്ടുകയില്ല. ഒരു ലോങ്ങിലേക്ക് നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഇതിന്റെ റിട്ടേൺ കിട്ടുകയുള്ളൂ. അപ്പൊ അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then next one, short term investment decision. It is called working capital management. Working capital management ആണ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ ചെറിയ പീരീഡിലേക്കായിരിക്കും. അതിന്റെ റിട്ടേൺ പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും. അതിന്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. ഏതുമായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിലെ ഫണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. ഇതിന്റെ റിട്ടേൺ നമുക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയും ചെയ്യും. therefore it is called working capital management or day to day affairs of the organization എന്ന് നമ്മൾ പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് റിഗാർഡിംഗ് ഹൗ മച്ച് ടു ബി ഇൻവെസ്റ്റഡ് ഇൻ അസറ്റ് ആൻഡ് ഇൻ വാട്ട് ടൈപ്പ് ഓഫ് അസറ്റ് ഈസ് നോൺ ആസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫണ്ട് ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, അത് ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും, ആ അസറ്റ് തന്നെ ഏത് ടൈപ്പിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും നമ്മുടെ ഫണ്ട്, അതിൽ തന്നെ ആ അസറ്റ് ഏത് ടൈപ്പ് ആയിരിക്കും, ലോങ് ടേം ആണ് ഷോർട്ട് ടേം ആണ് എന്ന് തീരുമാനിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ ഫിനാൻസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫിനാൻസ് അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ്. ഓക്കെ, then next classification, financing decision. അപ്പോൾ once investment decision is made, the next step is to raise finance for the concerned investment. അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുത്തു, ഏത് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത് ഏത് ടൈപ്പ് ഓഫ് അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുകൂടി നമ്മൾ തീരുമാനം എടുത്തു. അങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു റൈസ് ഫിനാൻസ് ഫോർ കൺസേൺഡ് ഇൻവെസ്റ്റ്മെന്റ്. നേരത്തെ എടുത്ത തീരുമാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ട ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫൈനാൻസിങ് ഡിസിഷൻ. അതാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ therefore financing decision is concerned with the selection of the source of finance. അപ്പോൾ ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസേൺഡ് വിത്ത് സെലക്ഷൻ ഓഫ് ദ സോഴ്സ് ഓഫ് ഫിനാൻസ്. നമ്മൾ ഒരുപാട് സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്, ലോങ് ടേം, ഷോർട്ട് ടേം, മീഡിയം ടേം, ഈ പറയുന്ന ഒരുപാട് തരത്തിലുള്ള സോഴ്സ് ഓഫ് ഫിനാൻസ് ഉണ്ട്. അതിൽ നിന്ന് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന തീരുമാനമെടുക്കുന്നതിനെയാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത്. ആ ഫൈനാൻസിങ് ഡിസിഷൻ സിംപ്ലി മീൻസ് ദ സെലക്ഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട്സ് ഓർ ഫിനാൻസ് ടു ദ ഓർഗനൈസേഷൻ ഫോർ വാട്ട് പർപ്പസ്, to invest the asset. Then usually the company makes up its capital through different sources. It has to select the best source of finance to meet its investment decision. സാധാരണ രീതിയിൽ കമ്പനിക്ക് ഒരുപാട് തരത്തിലുള്ള ഡിഫറൻ്റ് ആയ സോഴ്സസ് ഉണ്ട് ഫിനാൻസിന് വേണ്ടി. അവരുടെ ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സോഴ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇഫക്റ്റീവായ ഏറ്റവും ബെസ്റ്റ് ആയ ഓൾട്ടർനേറ്റീവ് അല്ലെങ്കിൽ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് അവർ തിരഞ്ഞെടുക്കുക. എന്തിന്? ഫോർ വാട്ട് പർപ്പസ്? ഫോർ മീറ്റ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ മീറ്റ് ചെയ്യാൻ ഏറ്റവും ഇഫക്റ്റീവായിട്ട് യോജിക്കുന്ന ഏത് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണുള്ളത് അതാണ് അവർ തെരഞ്ഞെടുക്കൽ ചെയ്യുക. അത് ഫിനാൻസിങ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെടുത്തി. ദിസ് ഡിസിഷൻ ഇൻവോൾവ്സ് ഡിറ്റർമിനിങ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഇൻ ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഈ ഫിനാൻസിങ് ഡിസിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു ടേമാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന ക്യാപിറ്റൽ പ്രപ്പോസിഷൻ, മിക്സ്ചർ ഓഫ് ക്യാപിറ്റൽ, മിക്സ്ചർ ഓഫ് ഫണ്ട്, അതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓർഗനൈസേഷന്റെ സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ച് ഓരോ ഓർഗനൈസേഷന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ
ആ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഇക്വിറ്റിയുടെ പ്രൊപ്പോർഷൻ എത്ര വേണം, ഡെപ്റ്റിന്റെ പ്രൊപ്പോർഷൻ എത്ര വേണം എന്നൊക്കെ തീരുമാനിക്കുന്നതനുസരിച്ചായിരിക്കും നമ്മളുടെ സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഫിനാൻസിങ് ഡിസിഷനിലാണ് ഈ ഒരു ക്യാപിറ്റൽ സ്ട്രക്ചറുമായിട്ട് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. Then company has to select such sources of fund that will make optimum capital structure. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഒപ്റ്റിമം ലെവലിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഫണ്ട്, എന്തൊക്കെ സോഴ്സ് ഓഫ് ഫണ്ട് ഉണ്ട്, അതൊക്കെയാണ് സാധാരണ രീതിയിൽ ഒരു കമ്പനി എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാറ്. ഇൻ ഷോർട്ട്, ചുരുക്കി പറഞ്ഞാൽ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ റിഗാർഡിംഗ് ദ സെലക്ഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഈസ് നോൺ ആസ് ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. സെലക്ഷൻ ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ് ഇസ് നോൺ ആസ് ഫിനാൻസിങ് ഡിസിഷൻ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ കഴിഞ്ഞു, അതിനുശേഷം ഫൈനാൻസിങ് ഡിസിഷൻ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ. ഡിവിഡൻഡ് ഡിസിഷൻ എന്താണ്, ഡിവിഡൻഡ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം, നിങ്ങൾക്കത് വിശദമായിട്ട് അറിയുന്ന കാര്യമാണ്. നമുക്ക് നോക്കാം. It is concerned with the amount of profit to be distributed and retained in the firm. But dividend decision എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉൾപ്പെടുന്നത് നമ്മൾക്ക് ഉണ്ടാവുന്ന പ്രോഫിറ്റ്, ഓർഗനൈസേഷന്റെ പ്രോഫിറ്റിൽ എത്രമാത്രം പ്രോഫിറ്റ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, ഇനി എത്ര പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ തന്നെ റീറ്റെയിൻ ചെയ്യാം, ദാറ്റ് മീൻസ് അപ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ് ഓർ റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് ചെയ്യാം എന്നുള്ള ആ കാര്യത്തിലുള്ള തീരുമാനമെടുക്കലാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഒക്കെ അനുസരിച്ചാണ് ഇതൊക്കെ ചെയ്യാറ്. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ amount of profit, it concerned with the amount of profit to be distributed and retained in the firm. ഒരു ഓർഗനൈസേഷനിലെ പ്രോഫിറ്റിൽ എത്ര ഭാഗം നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതേപോലെ തന്നെ എത്ര നമ്മൾക്ക് റീറ്റെയിൻ ചെയ്യാം, ഈ കാര്യത്തിലുള്ള തീരുമാനമെടുക്കലാണ് ഡിവിഡൻഡ് ഡിസിഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. Then the management has to decide how much to be distributed to shareholders by the way of dividend and how much to retain in the business. അപ്പോൾ ഈ മാനേജ്മെന്റ് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, എത്ര എമൗണ്ട് ആണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ, അതേപോലെ തന്നെ അതിൽ എത്ര ഭാഗം നമ്മൾക്ക് ബിസിനസ്സിൽ തന്നെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ഫ്യൂച്ചർ ഓറിയന്റഡ്, ആ ഫ്യൂച്ചറിലേക്കുള്ള എന്തെങ്കിലും പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം എമൗണ്ട് നമ്മൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നീ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആരാണ്, മാനേജ്മെന്റ് ആണ്. അതാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. Then if the company pays lower rate of dividend, retains more, the shareholders will dissatisfied. അപ്പോൾ കമ്പനി ഇപ്പോൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൊടുക്കുകയും റീറ്റെയിൻ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് കൂടുതലാക്കുകയും കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ആര് ഡിസാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യതയുണ്ട്, ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആവാൻ സാധ്യതയുണ്ട്. ദാറ്റ് അൾട്ടിമേറ്റ്ലി എഫക്ട് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഇക്വിറ്റി ഷെയർസ്. നമ്മുടെ ഇക്വിറ്റി ഷെയർസിന്റെ മാർക്കറ്റ് പ്രൈസിനെ അത് എന്ത് ചെയ്യും, നിർബന്ധമായിട്ടും എഫക്ട് ചെയ്യും. ദ കമ്പനി പേസ് എ വെരി ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എഫക്ട് ചെയ്യുകയും നമ്മുടെ ഇക്വിറ്റി ഷെയർസിന്റെ വാല്യൂ കുറയുകയും ചെയ്യും. ഇനി നേരെ മറിച്ച്, ഇഫ് ദ കമ്പനി പേസ് വെരി ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് റീറ്റെയിൻ ലെസ്, ദ കമ്പനി കനോട്ട് റീഇൻവെസ്റ്റ്മെന്റ് ഇറ്റ്സ് ഫണ്ട്. ഇനി നേരെ തിരിച്ച് കമ്പനി കിട്ടിയ പ്രോഫിറ്റ് ഒക്കെ ഡിവിഡൻഡ് ആയിട്ട് ഇഷ്യൂ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഷെയർ ഹോൾഡേഴ്സിന്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാവില്ല, നമ്മുടെ ഫണ്ട് നമ്മൾക്ക് ഫർദർ ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഫർദർ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫണ്ട് ഉണ്ടാകുകയും ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ രണ്ട് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കണം, ഇതൊരു ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക് ആണ്. അപ്പൊ ഇതൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലായിരിക്കണം, എല്ലാവരുടെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലും, അതുപോലെ തന്നെ ഓർഗനൈസേഷനിൽ ഫ്യൂച്ചറിലേക്ക് ഫണ്ട് എക്സ്പാൻഷന് വേണ്ടി ഫണ്ട് ഉണ്ടാകുന്ന രീതിയിലുമായിരിക്കണം ഒരു മാനേജേഴ്സ് എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തീരുമാനമാണ് ഡിവിഡൻഡ് ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. സോ ദ കമ്പനി ഹാസ് ടു ഡിറ്റർമിൻ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ വിത്ത് അറ്റ്മോസ്റ്റ് കെയർ. അപ്പൊ ഏറ്റവും കെയർ കൊടുത്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷൻ അവരുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇൻ ഷോർട്ട്, ഡിസിഷൻ റിഗാർഡിംഗ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോൺ ആസ് ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പോൾ ഒരു ഡിവിഡൻഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനത്തെയാണ് ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, ലിക്വിഡിറ്റി ഡിസിഷൻ. ലിക്വിഡിറ്റി ഡിസിഷൻ, ലിക്വിഡിറ്റി നിങ്ങൾക്കറിയാം. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ,
ഇറ്റ് കൺസേൺഡ് വിത്ത് ദ മാനേജ്മെന്റ് ഓഫ് കറന്റ് അസറ്റ്. കറന്റ് അസറ്റിനെ മാനേജ് ചെയ്യുന്നതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സാധാരണ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ദ എബിലിറ്റി ടു കൺവേർട്ട് ഇറ്റ് ഇൻടു ക്യാഷ് ആണ്. അപ്പോൾ കറന്റ് അസറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് സാധാരണ ലിക്വിഡിറ്റി ഡിസിഷനുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നത്. ഇറ്റ്സ് എ മാനേജ്മെന്റ് ഓഫ് കറന്റ് അസറ്റ് ആണ്. ബേസിക്കലി ദിസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നേരത്തെ ഞാൻ പറഞ്ഞു. ലിക്വിഡിറ്റി ഡിസിഷൻ ഈസ് കൺസേൺഡ് വിത്ത് ദ ഷോർട്ട് ടേം സർവൈവൽ. സോ ഷോർട്ട് ടേം സർവൈവലുമായി ബന്ധപ്പെടുത്തി കിടക്കുന്നതാണ് ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എത്രമാത്രം വേണം, ഡേ ടു ഡേ അഫയേഴ്സിന് ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെ വേണം, അതിൽ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഏത് ടൈപ്പ് ഓഫ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതൊക്കെ ബന്ധപ്പെടുത്തി കിടക്കുന്ന ഇതാണ് ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ ആ ഓർഗനൈസേഷന് ഡേ ടു ഡേ അഫയേഴ്സ് നടത്തുവാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ലിക്വിഡിറ്റി ഡിസിഷൻ ഈസ് കൺസേൺ വിത്ത് ദ ഷോർട്ട് ടേം സർവൈവൽ, ബട്ട് ദ ഷോർട്ട് ടേം സർവൈവൽ ഈസ് എ പ്രീ റിക്വസ്റ്റ് ഫോർ എ ലോങ് ടേം സർവൈവൽ. ഈ ഷോർട്ട് ടേം സർവൈവൽ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോങ് ടേം സർവൈവൽ ഉള്ളൂ. വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് ഓർഗനൈസേഷൻ പ്രവർത്തിക്കാൻ പറ്റൂല. അപ്പോൾ ഷോർട്ട് ടേം സർവൈവൽ ആണെങ്കിൽ പോലും അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോങ് ടേം സർവൈവലിലേക്ക് നമുക്കത് വഴിതെളിക്കുകയും ചെയ്യും. When more funds are tied up with current asset, it liquidity of the firm will improve. നമ്മൾ കൂടുതൽ അസറ്റ് കറണ്ട് അസറ്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ സാധാരണ രീതിയിൽ ഇംപ്രൂവ് ചെയ്യും. പക്ഷെ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് ചെയ്യും? However, this will reduce the capital availability of investment. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് നമുക്ക് എന്തുണ്ടാവില്ല, അത് റെഡ്യൂസ് ചെയ്യും. എന്തുകൊണ്ടാ? കൂടുതൽ ഫണ്ട് നമ്മൾ എവിടെ ടൈ അപ്പ് ചെയ്തു അല്ലെങ്കിൽ എവിടെ ടൈറ്റ് ചെയ്തു, നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ ടൈറ്റ് ചെയ്തു. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് ഫർദർ ആ ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഫണ്ട് നമ്മളിൽ ഉണ്ടാവില്ല. അപ്പൊ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതൊക്കെ ബാലൻസ് ചെയ്യുന്ന ഏറ്റവും പ്രോപ്പറായ ഒരു ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം മാനേജേഴ്സ് എടുക്കേണ്ട തീരുമാനം എന്ന് പറയുന്നത്. Okay, therefore the proper balance must be maintained between liquidity and profitability of the firm. അപ്പോൾ പ്രോഫിറ്റബിലിറ്റിനെയും ഈ പറയുന്ന കൂടുതൽ പണം ലിക്വിഡിറ്റിയിലേക്ക് അല്ലെങ്കിൽ കറണ്ട് അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ പ്രോഫിറ്റബിലിറ്റിനെയും ബാധിക്കും. കാരണം നമ്മുടെ ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നതാണ്. അപ്പൊ അത് ബാധിക്കുമ്പോൾ പ്രോഫിറ്റ് നിർബന്ധമായിട്ട് കുറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ പ്രോഫിറ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡിറ്റിനെയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബാലൻസ് ചെയ്യാൻ പറ്റുന്ന തീരുമാനമാണ് ലിക്വിഡിറ്റി ഡിസിഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ എടുക്കേണ്ടത്. In short, decision regarding how much funds are required to meet day-to-day financial requirement is known as liquidity decision. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലിക്വിഡിറ്റി ഡിസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ഡേ ടു ഡേ അഫയേഴ്സ് മീറ്റ് ചെയ്യാൻ നമ്മൾക്ക് എത്ര ഫണ്ട് ആവശ്യമുണ്ട് അതുമായി ബന്ധപ്പെടുത്തി കിടക്കുന്ന തീരുമാനങ്ങളാണ് ലിക്വിഡിറ്റി ഡിസിഷനുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഫങ്ഷൻസ് ഓഫ് ഫിനാൻസ് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് ഫിനാൻസ് എന്ന് കൊണ്ട് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ഒന്നാമത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ദെൻ സെക്കൻഡ് വൺ ഫൈനാൻസിങ് ഡിസിഷൻ, ദെൻ തേർഡ് വൺ ഡിവിഡൻഡ് ഡിസിഷൻ, ദെൻ ലാസ്റ്റ് വൺ ലിക്വിഡിറ്റി ഡിസിഷൻ. അടുത്തതായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കായ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ എന്താണ് ഫിനാൻസ്, അതിന്റെ ഫംഗ്ഷനുമാണ് പറഞ്ഞത്. ഇനി എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻ ദ വേർഡ്സ് ഓഫ് PG ആസ്റ്റിങ്സ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് റൈസിംഗ് ആൻഡ് സ്പെൻഡിങ് മണി. വളരെ സിമ്പിൾ ആയ ഒരു ഡെഫിനിഷൻ ആണ് ഇദ്ദേഹം തന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ആർട്ട് ഓഫ് റൈസിംഗ് ആൻഡ് സ്പെൻഡിങ് മണി. പണം റൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഫിനാൻസ് റൈസ് ചെയ്യുവാനും അങ്ങനെ റൈസ് ചെയ്ത ഫിനാൻസിനെ സ്പെൻഡ് ചെയ്യാനുള്ള ആ കഴിവിനെയാണ്, ആ ആർട്ടിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പണം നമ്മൾക്ക് എങ്ങനെ പണത്തിന്റെ സോഴ്സസ് എന്തൊക്കെയാണ്, അങ്ങനെ അതെങ്ങനെ കളക്ട് ചെയ്യാമെന്നും അങ്ങനെ കളക്ട് ചെയ്ത പണത്തിന്റെ അപ്ലിക്കേഷൻസ്, ദാറ്റ് മീൻസ് സ്പെൻഡിങ് എന്തൊക്കെയാണ് എന്ന് പറയുന്ന അതിനെ നമ്മൾ ആ ഒരു ആർട്ടിനെയാണ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ ആർട്ട് ഓഫ് റൈസിംഗ് ആൻഡ് സ്പെൻഡിങ് മണി. ഈ ഡെഫിനിഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഈസ് ദ art of rising and spending money. Then another definition given by the Archer, financial management is the application of the planning and control function is to be finance function. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് an application of the planning and control function to the finance function. ഫിനാൻഷ്യൽ മാനേജറിനെ ഇവർ പറയുന്നത് പ്ലാനിങ്ങും കൺട്രോൾ ഫംഗ്ഷൻ, നമ്മൾക്കറിയാം ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്, ഇത് ഫിനാൻസ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ഇറ്റ്സ് ആൻ അപ്ലിക്കേഷൻ ഓഫ് ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻ ടു ദ ഫിനാൻസ് ഫംഗ്ഷൻ. ഫിനാൻസ് ഫംഗ്ഷനിലേക്ക്
പ്ലാനിങ്ങും കൺട്രോളിങ്ങും എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട മാനേജ്മെന്റ് ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ പ്ലാനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, കൺട്രോളിങ് എന്താണെന്ന് അറിയാം. അപ്പൊ ഇതും ശരിക്കും സിമ്പിൾ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൈസിങ് ആൻഡ് സ്പെൻഡിങ് ഓഫ് മണി തന്നെയാണ്. മറ്റൊരു തരത്തിൽ ഇദ്ദേഹം പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് ദ അപ്ലിക്കേഷൻ ഓഫ് ദ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻ ടു ദ ഫിനാൻസ് ഫംഗ്ഷൻ. ഫിനാൻസ് ഫംഗ്ഷനിലേക്ക് പ്ലാനിങ്ങും കൺട്രോളിങ്ങും ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Thus, financial management is the blend of management and finance. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഫിനാൻസ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് മാനേജ്മെന്റിന്റെയും ഫിനാൻസിന്റെയും ഒരു ബ്ലെൻഡിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട്, the process of managing the funds of an organization is known as financial management. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്? മാനേജിങ് ദ ഫണ്ട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ ഫണ്ട് ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ദാറ്റ് പ്രോസസ് is simply called as a financial management. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് simply means the managing the funds of an organization is called financial management എന്ന് പറയുന്നത്. ഓക്കെ, then nature or characteristics of a financial management എന്താണെന്ന് നോക്കാം നമുക്ക്. then first one, മാനേജ്മെന്റ് ഓഫ് മണി. മാനേജ്മെന്റ് ഓഫ് മണി നമ്മൾക്കറിയാം. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ മാനേജ്മെന്റ് ഓഫ് മണി, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഓഫ് മണി, മാനേജ്മെന്റ് ഓഫ് മണി തന്നെയാണ്. അപ്പൊ നമുക്ക് അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് എസെൻഷ്യലി ആൻഡ് ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മാനേജ്മെന്റ് ഓഫ് മണി, ഫണ്ട് ഓർ റിസോഴ്സസ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് മണി, ഫിനാൻസ് ഇൻ എ ഫേം. ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ ഫിനാൻസിന്റെ സോഴ്സ് ഓഫ് ഫിനാൻസ്, അപ്ലിക്കേഷൻ ഓഫ് ഫിനാൻസ്, അതുപോലെ തന്നെ ആ ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രോബ്ലംസ്, ഇതൊക്കെ ചേർന്നാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ മാനേജ്മെന്റ് ഓഫ് മണി എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇസ് കൺസേൺഡ് വിത്ത് ഓർ ഇൻക്ലൂഡ്സ് ദ ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻസ്. നേരത്തെ നമ്മൾ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞു, ഇറ്റ്സ് ആൻ അപ്ലിക്കേഷൻ ഓഫ് പ്ലാനിങ് ആൻഡ് കൺട്രോൾ ഫംഗ്ഷൻ ടു ദ ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അത് തന്നെയാണ് ഒരു ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്ലാൻ ചെയ്യുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയായിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പറയാം. Therefore, financial planning and control is a very important terms or process involved in the financial management. Then next one, determination of business success. ആ ബിസിനസ് സക്സസുമായി ബന്ധപ്പെടുത്തി ടുഡേ ഫിനാൻസ് ഈസ് ദ കീ ടു സക്സസ്. ഫിനാൻസ് മാനേജർ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ സക്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഫിനാൻസ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷന്റെ സക്സസിനെ നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം ഫിനാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഓർഗനൈസേഷനിലെ മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ എന്നീ പറയുന്ന കുറെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. അങ്ങനെ നടക്കുമ്പോൾ അതുകൊണ്ട് തന്നെ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു യാർഡ് സ്റ്റിക്ക് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു, ഒരു സക്സസിന്റെ ഒരു യാർഡ് സ്റ്റിക്ക് ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. അപ്പൊ ഇന്നത്തെ മോഡേൺ ലോകത്ത് അല്ലെങ്കിൽ ഈ മോഡേൺ ബിസിനസ്സിൽ നമ്മുടെ ഓർഗനൈസേഷനെ പിടിച്ചു നിൽക്കാൻ അവിടെ എന്ത് വേണം? ഫിനാൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസിന്റെ സക്സസിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ഫിനാൻസ് വരുന്നുണ്ട്. അതാണ് ഇറ്റ്സ് എ ഡിറ്റർമിനേഷൻ ഓഫ് ബിസിനസ് ഫിനാൻസ് സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഫിനാൻസിനെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസിന്റെ സക്സസിന് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരാളാണ് ഫിനാൻസ് മാനേജർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, focus on decision making. Finance function at financial management is the focus on financial decision making. It gives always the analysis of data which facilitate decision making. Financial management എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡിസിഷൻ ഫോക്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഒരുപാട് തരത്തിലുള്ള അനാലിസിസ് ടെക്നിക്, ടൂൾസ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് ഫോർ അനലൈസിങ് ദ ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും അതിനെ മെഷർ ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുവാനും നമ്മൾ ഒരുപാട് ടെക്നിക്, ടൂൾസ് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻസുമായി ബന്ധപ്പെടുത്തി നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫോക്കസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഫിനാൻസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, സെൻട്രലൈസ്ഡ് ഇൻ നേച്ചർ. Unlike other functional areas like production and marketing, financial management is centralized in nature. Finance function decentralization is not practicable.
ആ ഫിനാൻസ് സെൻട്രലൈസ്ഡ് ഇൻ നാച്ചർ എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ഫംഗ്ഷൻ എല്ലാ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നു. ഇപ്പോൾ സാധാരണ രീതിയിൽ പ്രൊഡക്ഷനും മാർക്കറ്റിംഗ് എല്ലാം അതുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്ന മാത്രമാണ്. പക്ഷെ ഇതിലൊക്കെ ഏത് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്? ഫിനാൻസ് ഫംഗ്ഷൻ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ സെൻട്രലൈസ്ഡ് ഇൻ നാച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷൻ. ഫിനാൻസ് ഫംഗ്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് വേണം? അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണ്. കാരണം ഫിനാൻസുമായി ബന്ധപ്പെടുന്ന പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്, സോഴ്സ് ഓഫ് ഫണ്ട്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, അപ്പൊ ഈ ഒരുപാട് പ്രവർത്തനങ്ങൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കണ്ടിന്യൂസ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ, മൾട്ടി ഡിസിപ്ലിനറി. Financial management draws heavily on related disciplines such as economics, accounting, marketing, production, operation, research, some other factors. അവൾ ഫിനാൻസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫിനാൻസ് ഏതുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്നുണ്ട്? ഈ ഫിനാൻസ് എന്ന് പറയുന്ന ഡിസിപ്ലിൻ മറ്റുള്ള ഡിസിപ്ലിനുമായിട്ട് വളരെയധികം ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒരു കാര്യമാണ്. അതായത് എക്കണോമിക്സുമായിട്ട് ബന്ധമുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധമുണ്ട്, അക്കൗണ്ടിങ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, ഓപ്പറേഷൻ, ഈ പറയുന്ന എല്ലാ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒരു കാര്യമാണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി ആണ് എന്ന് നമുക്ക് പറയാം. ഈ പറഞ്ഞ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ചിലപ്പോൾ നമുക്ക് എക്കണോമിക്സ് ആവശ്യമുണ്ട്, ചിലപ്പോൾ അക്കൗണ്ടിങ് ആവശ്യമുണ്ടാവും, ചിലപ്പോൾ അതിൽ മാർക്കറ്റിംഗ് ആവശ്യമുണ്ടാവും, പ്രൊഡക്ഷൻ ആവശ്യമുണ്ടാവും, ഈ ഓപ്പറേഷണൽ റിസർച്ച് ആവശ്യമുണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ ഈ പറയുന്ന എല്ലാ ഡിസിപ്ലിനും ചേർന്നതാണ് എന്ന് പറയാം. അതുകൊണ്ട് ഇറ്റ്സ് എ മൾട്ടി ഡിസിപ്ലിനറി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇത്രയുമാണ് നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സിംപ്ലി മീൻസ് ദ മാനേജ്മെന്റ് ഓഫ് ഫണ്ട്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ബ്രീഫായ ഒരു ഇൻട്രഡക്ഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിൽ ഞാൻ തന്നു. എന്താണ് ഫിനാൻസ്, ഫിനാൻസിന്റെ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണ്, അതിന്റെ നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതേ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.